വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു അടിപൊളി ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടാക്കാം. അതിനാവശ്യമായ ചേരുവകൾ: ചക്കക്കുരു, തേങ്ങ, മാങ്ങ, ഒരു കഷ്ണം വെളുത്തുള്ളി, 3 പച്ചമുളക്. നമുക്കിനി ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടാക്കാൻ പോകാം. ചട്ടി അടുപ്പിൽ വെച്ച ശേഷം അതിൻ്റെ അകത്തോട്ട് ചക്കക്കുരു ഇടുക. അതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഒരു വെള്ളം ഒഴിച്ച് വേവിക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാവേ. നമുക്കിനി ചക്കക്കുരു വെന്തോ നോക്കാം. നമുക്കിതൊന്ന് ഉടയ്ക്കാവേ, എങ്കിലേ ഒരു കൊഴുപ്പ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതേപടി ചക്കക്കുരു അതിൻ്റെ അകത്ത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതൊരുമാതിരി നല്ലപോലെ വെന്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഉടയത്തില്ല. തവി വെച്ചിങ്ങനെ നല്ലവണ്ണം ഉടച്ചു കൊടുക്കണം. ഉള്ളവരൊക്കെ ഇങ്ങനെ ചക്കക്കുരുമാങ്ങ ഉണ്ടാക്കി കഴിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്കക്കുരുമാങ്ങയ്ക്ക്. മീൻകറി, മീൻ വറുത്തതും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായി ചോറിൻ്റെ കൂടെ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മാങ്ങ ഇടാം. ഒരു മാങ്ങ അരിഞ്ഞതാണ് അങ്ങോട്ട് ഇടുക. പിന്നെ പച്ചമുളക്. ഇതൊന്നിട. നേരത്തെ നമ്മൾ മാങ്ങ ഇടാഞ്ഞത് മാങ്ങ ഇതിൻ്റെ അകത്തിട്ട് കുഴഞ്ഞു പോകും. ചക്കക്കുരു ഒന്ന് ഉടച്ചെടുക്കുന്നില്ല. നമുക്കൊന്നും കൂടെ ഇത് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു മുറി തേങ്ങയാണ് ഇത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ നമുക്ക് നരച്ചെടുത്തുകൊണ്ട് വരും. മുമ്പ് ഇട്ട് കൊടുത്ത മാങ്ങയും പച്ചമുളകൊക്കെ വെന്തോ നോക്കാം. എല്ലാം കൂടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും നേരമായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടുക. ഈ കോട്ടയം ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഈ ചക്കക്കുരു മാങ്ങയും ഉണക്കമീൻ വറുത്തതും ഒക്കെ അപാര ടേസ്റ്റാണ് അതിന്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ മാറ്റി വെക്കണം. ഒത്തിരി തിളച്ച് പോകരുത്, കുറച്ച് ചെറുതായിട്ട് തിള വരണം. അതുവരെ ഇങ്ങനെ തിള വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യണം. ഇതിൻ്റെ നമുക്ക് കടുക് തളിക്കാം. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കടുക് തളിക്കലാണ്. പക്ഷെ എൻ്റെ കയ്യിൽ കറിവേപ്പിലയില്ല. ബാക്കിയെല്ലാം ഉണ്ട്. ഉണക്കമുളകും ചുമന്നുള്ളിയും കടുകും പൊട്ടിച്ചിടണം. കറിവേപ്പിലയും എൻ്റെ കറിവേപ്പിലയില്ല. കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു. നമുക്കിനി പാൻ എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരേ മൊബൈലിരിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് എണ്ണ ചൂടാകുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക. ചേർക്കുന്നു. കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. അവിടെ കിടന്ന് നോക്കട്ടെ. ആവശ്യത്തിന് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നൈസ് ബ്രൗൺ നിറമായിട്ട് വരണം. പിന്നെ നമുക്കതെടുത്ത് ചക്കക്കുരു മാങ്ങയ്ക്കകത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറി റെഡി. നമുക്കിനി സർവിങ് ഡിഷിലോട്ട് മാറ്റാം.
അങ്ങനെ നമ്മുടെ ചക്കക്കുരുമാങ്ങ കറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.